എമ്മ പെട്ടെന്ന് ബോട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് കടലിലേക്ക് ചാടുന്നു. ഇത് കണ്ട ജേക്കും അവളുടെ കൂടെ വെള്ളത്തിലേക്ക് ചാടുകയാണ്. നോക്കുമ്പോൾ അവള് 400 കിലോയോളം വരുന്ന ഷൂസ് ഇട്ടേക്കുന്നത് കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് ഈസി ആയിട്ട് താണു പോകുന്നു. എന്നാൽ ജേക്കിന് അതുപോലെ പോവാൻ സാധിക്കില്ല. നീന്തി വേണം അവന് താഴേക്ക് എത്താൻ. അപ്പൊ അവന് ഒരുപാട് നേരം വെള്ളത്തിൽ ശ്വസിക്കാതെ നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അമ്മ വായ തുറന്ന് ഊതാൻ തുടങ്ങി. നോക്കുമ്പോൾ അവളുടെ വായന്റെ ഉള്ളിൽ നിന്ന് നിറയെ ബബിൾസ് വന്ന് അതിലൊരു ബബിൾ അവന്റെ തലയിൽ ഹെൽമെറ്റ് പോലെ ലോക്ക് ആകുന്നു. അതുവഴി അവന് ഈസി ആയിട്ട് ശ്വസിക്കാനും പറ്റുന്നു. അങ്ങനെ അവര് നീന്തി താഴേക്ക് എത്തുകയാണ്. അപ്പൊ കടലിന്റെ അടിയിൽ പാഴടഞ്ഞ ഒരു കപ്പൽ കാണുന്നു. ഉടനെ രണ്ടുപേരും അതിൽ പോയി ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നോക്കുമ്പോൾ അവിടെ ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൂടം കാണുന്നു. പക്ഷെ അതിലൊന്നും അവർ പേടിക്കാതെ ഒരു റൂമിന്റെ ഉള്ളിൽ പോയി കതക് ലോക്ക് ചെയ്തിട്ട് എമ്മ വായ തുറന്ന് ഊതാൻ തുടങ്ങി. നോക്കുമ്പോൾ അവരുടെ വായിന്ന് ഫോഴ്സിൽ കാറ്റ് വന്ന് ആ റൂമിലുള്ള വെള്ളം മുഴുവനും ഡ്രൈ ആയി പോവാണ്. ഇപ്പൊ അവർക്ക് കരയിൽ എങ്ങനെ നിൽക്കാൻ പറ്റുന്നോ അതുപോലെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഉടനെ ജേക്ക് ഏതാ ഈ സ്ഥലമെന്ന് അവളോട് ചോദിച്ചതും ഇടയ്ക്ക് അവള് വന്നു പോകുന്ന സീക്രട്ട് പ്ലേസ് ആണെന്ന് പറയാണ്. ശേഷം ഒരു പുറം ലോകത്തേക്ക് വന്ന് കടലിലേക്ക് നോക്കി ഒളിച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഒരു വിചിത്ര ജീവി പുറത്തേക്ക് വരുന്നു. പക്ഷെ ജേക്കിന് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അവന് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്. അങ്ങനെ അവന്റെ ടീച്ചർ മോൺസ്റ്ററിന്റെ അനക്കം പുല്ല് വഴി കണ്ടുപിടിച്ച് അതിനെ കൊന്നു കളയുന്നു.